السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ വേദിയുടെ അധ്യക്ഷൻ, സ്വാഗത ഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ് വെളിയമ്പ്ര, സ്റ്റേജിൽ ഉപവിഷ്ടരായ കേരള മുസ്ലിം ജമാഅത്ത് SYSന്റെ നേതൃത്വം, നല്ലവരായ മുഅ്മിനീങ്ങൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരം നമ്മളെല്ലാവരും മുടങ്ങാതെ ചൊല്ലിവരുന്ന മഹ്ലറത്തുൽ ബദ്രിയ എന്ന ആത്മീയ സദസ്സിന്റെ വാർഷിക പരിപാടിയിലാണ് നമ്മളുള്ളത്. ഒരു ആത്മീയ സദസ്സിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്താണോ ആ സദസ്സിലേക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ഉൾക്കൊണ്ടതാണ് മഹ്ലറത്തുൽ ബദ്രിയ. ദിവസവും മുടങ്ങാതെ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്നയുണ്ട്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള സഹാബാക്കളായ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ഇസ്മുകളുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അടക്കം എല്ലാ ആത്മീയമായ നിർവചനങ്ങളും ഒത്തുചേർന്നതാണ് മഹ്ലറത്തുൽ ബദ്രിയ. അത് എല്ലാ മാസവും മുടങ്ങാതെ കഴിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ അത് സംബന്ധമായ കൂടുതൽ വിശദീകരണം വേണ്ടതില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഇസ്ലാം എന്നത് നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും മാത്രം പഠിപ്പിക്കുന്ന ഒരു മതം അല്ല. അതിലപ്പുറം ഒരു മനുഷ്യന്റെ നിഖില മേഖലകളെയും വിഷയീഭവിച്ചുകൊണ്ട് അവരുടെ ഉന്നമനവും വ്യക്തിത്വപരവും കുടുംബപരവും സാമൂഹികവും വൈജ്ഞാനികമായ മേഖലകളിലെല്ലാം ഇടപെടലുകൾ നടത്തി ആശയങ്ങൾ നൽകി ഒരു വ്യക്തിത്വത്തെ, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന സംവിധാനത്തെയാണ് വിശുദ്ധ ഇസ്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു പോവാത്ത ഒരു വിഷയവും ഇല്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. 6000-ലേറെ വരുന്ന ഖുർആനിക സൂക്തങ്ങളുടെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർത്തതല്ല, അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തതും അല്ല. പല സമയങ്ങളിലായി, പല ഘട്ടങ്ങളിലായി ആവശ്യം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുകയാണോ? അല്ല. ഇല്ല വഹിയ്യു യൂഹാ, പടച്ചവന്റെ കൃത്യമായ ദിവ്യ സന്ദേശത്തിലൂടെ അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, സമ്മതം മൂളിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹദീസായി നമ്മൾ കേട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വാക്കുകൾ, അതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്.
ആ ഹദീസുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സന്ദേശത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം വിശുദ്ധ ഇസ്ലാം ഖുർആനിലൂടെ, ഹദീസിലൂടെ, തിരുചര്യയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനധികം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, ഇടതുഭാഗത്തും വലതുഭാഗത്തും കൂട്ടുകാരുണ്ട് എങ്കിൽ ഏതു ഭാഗത്ത് എങ്ങനെയാണ് തുപ്പേണ്ടത് എന്ന് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ചെരിപ്പിടുമ്പോൾ ഏത് കാലിലാണ് ആദ്യം ചെരിപ്പിടേണ്ടത് എന്ന്, അങ്ങനെ തുടങ്ങി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളില്ല. അവിടെ എല്ലാം ഇസ്ലാമിന്റെ സംസ്കാരങ്ങളാണ്. മോശമായ നമ്മൾ കാണുന്ന ഒന്നാണ് ടോയ്ലറ്റുകളെങ്കിൽ ആ ടോയ്ലറ്റുകളിലേക്ക് പാഞ്ഞു കയറാൻ പാടില്ലല്ലോ. അവിടെ ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ട്, അവിടെ എടുത്തു വെക്കേണ്ട കാലേതാണെന്ന് പറയുന്നുണ്ട്, അവിടെ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ശേഷം എന്താണ് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഏത് കാൽ മുന്നോട്ട് വെച്ചാണ് റൂമിലേക്ക് കയറേണ്ടത് എന്നും, മാത്രമല്ല ആ ടോയ്ലറ്റിൽ എങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ കുഴലുകളിലൂടെ പൂർണ്ണമായും നജസ് പോയി തീരാനുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന്, അങ്ങനെ തുടങ്ങി ശാരീരികമായ ഉത്തേജനത്തിന്, ആരോഗ്യപരമായ ഉണർവിന്, മാനസികമായ ഉന്മേഷത്തിന്, ഇസ്ലാമികപരമായ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും കൂടുതലായി കടന്നു പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, മാനവികതയെ വിശുദ്ധ ഇസ്ലാം മാനമുട്ടയെ ഉയർത്തിയിട്ടുണ്ട്. എന്താണ് മനുഷ്യരെ വിവിധ ഗോത്രങ്ങളാക്കി തിരിച്ചതിന്റെ അടയാളം? എന്താണ് കാരണം? എന്തിനാണ് തറവാട്ടുകൾ ഉണ്ടാക്കിയത്? എന്തിനാണ് വർണ്ണങ്ങൾ ഉണ്ടാക്കിയത്? നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചു പോയി. ഇനിയും കോടിക്കണക്കിന്, മില്യൺ കണക്കിന് മനുഷ്യർ ജീവിക്കാനുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ്. അവരുടെ മൂക്കിന്റെ വലുപ്പം അല്ലെങ്കിൽ കണ്ണിന്റെ എല്ലാം, കണ്ണും മൂക്കും വായും ഒക്കെയാണ് മുഖത്തുള്ളതെങ്കിലും എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചത്, വിവിധ ഭാഷകളിലായി അവനെ പടച്ചത്, വിവിധ രാജ്യങ്ങളിൽ പടച്ചത്, വിവിധ തറവാട്ടുകാരാക്കി മാറ്റിയത് മനുഷ്യർ പരസ്പരം തല്ലാനല്ല, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ തമ്മിലടിക്കാനില്ല, അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു, നിരപരാധികളെ കൊന്നൊടുക്കുന്നു. ചെറിയ തെറ്റിന് വേണ്ടി ശിക്ഷിക്കണം, പക്ഷേ ആൾക്കൂട്ടം ഒന്നായി ചേർന്ന് ഒരാളെ തല്ലിച്ചതക്കുന്ന കാഴ്ചകൾ നമ്മുടെ ഭാഗത്തുണ്ടാവുകയാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മനുഷ്യർ പരസ്പരം തല്ലാൻ ഉള്ളവരല്ല. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ എല്ലാവരെയും പടച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ആദം, ഹവ്വ റളിയല്ലാഹു അൻഹും, ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം, ഉമ്മയായ ഹവ്വ റളിയല്ലാഹു അൻഹ, ഇവരിൽ നിന്നാണ് നിങ്ങളെ എല്ലാവരെയും പടച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ ഗോത്രങ്ങളാക്കി തിരിച്ചത്, വർഗങ്ങൾ വ്യത്യസ്തമാക്കിയത്, ലിതആറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യർ പണമുള്ളവരല്ല, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ തറവാടുള്ളവരല്ല,
നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സൗന്ദര്യമുള്ളവരുമല്ല, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അത്ഖാക്കും, നിങ്ങൾക്ക് എത്രമാത്രം തഖ്വയുണ്ട്, സൂക്ഷ്മതയുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കൂ, മഹദറത്തുൽ ബദരിയയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നാട്ടിലെ പ്രമാണി അതേ സദസ്സിൽ വന്നിരിക്കുകയാണ്. പാവപ്പെട്ടവൻ അതേ സദസ്സിൽ തൊട്ടിപ്പുറുണ്ട്, ഉസ്താദുണ്ട്, തങ്ങളുണ്ട്, മറക്കു പിറകിൽ സഹോദരിമാരുണ്ട്. അതിൽ പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, പണമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷേ ആത്മീയമായ ഒരു മജ്ലിസ് കൊണ്ട് കിട്ടുന്നത് നമ്മളെല്ലാവരും സമന്മാരാണ് എന്ന വിശാലമായ അർത്ഥങ്ങളാണ്. വിശാലമായ അർത്ഥങ്ങളാണ്. അവിടെ ഏതെങ്കിലും ആൾക്ക് പ്രത്യേകമായ പരിഗണനയില്ല. എല്ലാവരും ദിക്ർ ചൊല്ലണം, എല്ലാവരും മഹദറത്തുൽ ബദരിയിലെ ബദരിയത്ത് ബൈത്ത് ചൊല്ലണം. അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയമായ മജ്ലിസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? നമ്മൾ സ്വയം ചെറുതാവും. ആഢ്യത്വത്തിന്റെ തലപ്പാവ് അഴിച്ചു വെച്ച്, തറവാടിത്തത്തിന്റെയും കുലമഹിമയുടെയും പണത്തിന്റെയും ഒക്കെ ഘനം മാറ്റിവെച്ച് നമ്മൾ ചെറുതാവുകയാണ്. അള്ളാഹുവിന്റെ സദസ്സിലിരിക്കുമ്പോൾ ഉള്ള ചെറുതാവൽ. പള്ളികൾ ചിലപ്പോൾ ഒരാൾ എടുത്ത പള്ളിയായിരിക്കും. നാം ഇമാമിനെ സേവനത്തിനായി വെച്ചാൽ ആ ഇമാമിന്റെ പിറകിൽ പള്ളി എടുത്തവന് ഇമാമിന്റെ കൂടെ മിഹ്റാബിൽ സ്ഥാനം കൊടുക്കാറില്ല. പള്ളി കമ്മിറ്റിക്ക് ഇന്ന ഭാഗത്ത് നിൽക്കണം, പ്രസിഡന്റ് ഇന്ന ഭാഗത്തായിരിക്കണം, അവിടെ പ്രത്യേക സീറ്റ് അറേഞ്ച് ചെയ്തിട്ടില്ല. അവിടെ എല്ലാവരും മനുഷ്യരാണ്, വിശ്വാസികളാണ്, എല്ലാവരും ഒരേ സഫിലാണ് വന്നിരിക്കുന്നത്. അവിടെ ഭാഷയുടെ, വർഗത്തിന്റെ, പണത്തിന്റെ, ആഢ്യത്വത്തിന്റെ, തറവാടിന്റെ, കുലമഹിമയുടെ ഒന്നും ഒരു വൈജാത്യവും ഇല്ല. എല്ലാവരും സമന്മാരാണ്. അതാണ് ആത്മീയമായ മജ്ലിസുകൾ നമുക്ക് നൽകുന്ന അനുഭൂതി. ആ അനുഭൂതിയാണ് മഹദറത്തുൽ ബദരിയ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം. കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മൾ ചെല്ലുന്ന ബദരിയത്ത് പണ്ടേ കിതാബിലുള്ളത് തന്നെയാണ്. അസ്മാഉൽ ഹുസ്ന ലോകത്തെല്ലാവരും ചെല്ലുന്നത് തന്നെയാണ്. 99 നാമങ്ങൾ തന്നെയാണ് നമ്മളും ചൊല്ലുന്നത്. സലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം എല്ലാവരും ചൊല്ലുന്നത് തന്നെയാണ്. പക്ഷെ എന്താണ് അതിന്റെ പ്രത്യേകത? അത് സുൽത്താനുൽ ഉലമയുടെ ഇജാസത്ത് പ്രകാരമാണ് നമ്മൾ ചൊല്ലുന്നത്. സുൽത്താനുൽ ഉലമ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തന്നതല്ല, സമ്മതം തന്നതല്ല. സുൽത്താനുൽ ഉലമക്ക് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ദിക്റിന് തന്നെ 4-5 ശൈഖുമാരുടെ ഇജാസത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ വഴികളിലൂടെ, കുറെ തുർക്കുകളിലൂടെ കാന്തപുരം ഉസ്താദിന് കിട്ടിയ ഇജാസത്ത് പ്രകാരം നാട്ടിലുള്ള നമ്മളെല്ലാവരും കൂടിയിരുന്ന് മഹദറത്തുൽ ബദരിയ ചൊല്ലുമ്പോൾ ഒരു ഇജാസത്ത് പ്രകാരം അതിങ്ങനെ പണ്ഡിതരുടെ, സൂഫിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണ്ടുചേരുന്നു. മറ്റൊരു വഴിയിലൂടെ വേറെ കുറെ മഹാന്മാരിലൂടെ, ഔലിയാക്കളിലൂടെ അങ്ങോട്ടെത്തുന്നു. വേറെ വഴിയിലൂടെ ഇങ്ങോട്ടെത്തുന്നു. അങ്ങനെ കുറെ തുറുക്കുകളിലൂടെ സുൽത്താനുൽ ഉലമ നൽകിയിട്ടുള്ള ആ ഇജാസത്തിന്റെ അറ്റം ഇലാ ഹദറത്ത് റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ മനസ്സിനൊരു വല്ലാത്ത കുളിരുണ്ടാവുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് പറയുമ്പോഴത്തേക്കും അതിന്റെ കണ്ണികൾ ഒരുപാട് മഹാന്മാരിലൂടെയാണ് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത്. ഒരായത്ത് പാരായണം ചെയ്താൽ അള്ളാഹു നേരിട്ട് നമുക്ക് ഇറക്കി തന്നല്ലോ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തതാണ് ഖുർആനിലെ മുഴുവൻ ആയത്തുകൾ. ആ ആയത്ത് നമുക്ക് എവിടെന്നാ കിട്ടിയത്? നമ്മുടെ ഗുരുവരിലാണ് നമുക്ക് തന്നത്. 4-ാം ക്ലാസ്സിലെത്തിയപ്പോൾ, 2-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഖുർആന്റെ സമാരംഭം തുടങ്ങി. അല്ലെങ്കിൽ ഫാത്തിഹ നമ്മളൊരു ഉസ്താദിൽ നിന്ന്, ഒരു ഗുരുവരിൽ നിന്ന് ഓതുകയാണ്. ആ ഗുരുവിൽ നിന്ന് എവിടെ നിന്ന് കിട്ടി? ആ ഗുരുവിന് അവരുടെ ഗുരുനാഥൻ നാവിലൂടെ ചൊല്ലിക്കൊടുത്തതാണ്. അവരുടെ ഗുരുനാഥൻ അങ്ങനെ തുടങ്ങി. ഈ ഒരു സ്പാർക്ക്, ഈ ഒരു ചലകം അതിങ്ങനെ മഹാന്മാരുടെ നാക്കിൻ തുമ്പുകളിലൂടെ, മഹാന്മാരുടെ വാദോരങ്ങളിലൂടെ,
മഹാന്മാരായ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ വഴിയിലൂടെയാണ് നമ്മൾ ഓരോ വധവും പറയുന്നത്, ഓരോ ആയത്തും ഓതുന്നത്. അതിലൂടെ നമുക്കവരുമായുള്ള ഒരു ആത്മീയമായ ബന്ധം ഉടലെടുക്കുകയാണ്. മഹദറത്തുൽ ബദരിയിലെ ബദരിയത്ത് ബൈത്ത് അഹമ്മദ് കോയ ശാലിയാത്തി റഹിമഹുള്ളയാണ് ക്രോഡീകരിച്ചത്. 10 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് ബദരിയത്തിലെ ബൈത്ത്. 10 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റും. ആ ബൈത്ത് അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു ഇന്ന് കാണുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെയും ഒക്കെ ഗുരുവര്യരാണ്. ആ അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആ മഹാനുഭാവൻ കോർത്തു വെച്ചതാണ് അസ്മാഉൽ ബദർ, ബദരീങ്ങളുടെ പേര് മാത്രമുള്ള ബദരിയത്ത് ബൈത്ത്. അതിലൂടെ നമ്മൾ ചെല്ലുമ്പോ നമ്മൾക്ക് അഹമ്മദ് കോയ ശാലിയാത്തിയുമായി ഒരു ബന്ധം രൂപപ്പെടുകയാണ്. അവർ ചൊല്ലിയ അവരുണ്ടാക്കിയിട്ടുള്ളൊരു ബൈത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അവരുമായുള്ളൊരു ആത്മീയ കണക്ഷൻ ഉണ്ടാവുകയാണ്. അതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കുകയാണ്. ആ മനസ്സിന് സമാധാനമാണ് ആത്മീയമായ സദസ്സുകളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിന് ശാന്തി ഉണ്ടാകും, മനസ്സിന് സമാധാനമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണത്. നോക്കൂ, നിങ്ങൾ യാസീൻ പാരായണം ചെയ്യാറുണ്ട്. നമ്മൾ മരിച്ച വീടുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ വെച്ച് ആ യാസീൻ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എന്നതിലപ്പുറം സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ്. ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഉസ്താദ് ഉണ്ടാകും, അതിന്റെ അർത്ഥം പറഞ്ഞു തന്നൊരു ഉസ്താദ് ഉണ്ടാകും. ആ ഉസ്താദിന്റെ അങ്ങനെ തുടങ്ങി ഇലാ ഹദറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അതിന്റെ തുറക്ക് എത്തുകയാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായുള്ള ബന്ധം നമ്മളിലേക്ക് എത്തുകയാണ്. അതാണ് ആത്മീയമായ സദസ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ചില സംസ്കാരങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് സംസ്കാരങ്ങൾ? വിശുദ്ധ ഇസ്ലാമാണ് മഹത്തായ കുറേ സംസ്കാരങ്ങൾ, ശീലങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ സദസ്സിലേക്ക് കയറി വരികയാണ്. സ്വാഭാവികമായും അറിയാതെ നമ്മൾ എഴുന്നേറ്റു, യാന്ത്രികമായി നമ്മൾ എഴുന്നേറ്റ് പോകും. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു രക്ഷിതാവ് കുട്ടിയെ ഒക്കത്ത് ഇരുത്തി പിന്നെ കയ്യിൽ ഒരു കൈ കൊണ്ട് കമ്പിയിൽ തൂങ്ങി ഇങ്ങനെ ആടി ഉലയുകയാണ്. സ്വാഭാവികമായും ഇസ്ലാമിക സംസ്കാരം പഠിച്ച ആളുകൾക്ക് എഴുന്നേൽക്കാൻ തോന്നും. കാരണം 2 കാര്യം ഉണ്ടാവില്ല. ഒന്ന്, നമ്മളെക്കാൾ പ്രായം കുറെ കൂടിയ ഒരാളെ ബഹുമാനിക്കുക. മറ്റൊന്ന്, ഈ ഒക്കത്ത് നിന്ന് കരയുന്ന ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടിയോട് കാരുണ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ മിന്ന, നമ്മിൽ പെട്ടോനല്ല, മല്ലം യർഹം സഗീറനാ വലം യഅരിഫ് ശറഫ കബീറനാ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ മിന്ന മല്ലം യർഹം സഗീറനാ, നമ്മിൽ പെട്ടവനല്ല ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ. വലം യാരിഫ് ശറഫ കബീറന, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനെ അല്ല എന്ന്. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഇടപെടലുകളിലെല്ലാം ഒരു മിതത്വം വേണം. പെണ്ണുങ്ങളാകുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു രീതി വിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? വൃത്തിയുടെ വിഷയത്തിൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് മൂത്രമൊഴിച്ചു, കഴുകിയിട്ട് മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നാണ്. ആരാണ് മൂത്രമൊഴിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കഴുകണം എന്ന സന്ദേശം നൽകിയത്? ഏത് മതത്തിലാണ് അങ്ങനെ ഉള്ളത്? നമ്മുടെ ശരീരഭാഗത്ത് ആ വെള്ളം കുടിച്ചാൽ ആവശ്യമായ വൈറ്റമിനുകളെല്ലാം ശരീരം ഏറ്റെടുത്ത് വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് തള്ളുകയാണ്. മൂത്രമൊഴിച്ചാൽ കൂടുതലൊന്നും
മ്ലേച്ഛത അല്ലെങ്കിൽ മറ്റുള്ളതുപോലെ ഉണ്ടാവില്ലെങ്കിലും മൂത്രമൊഴിച്ചാൽ കഴുകണം എന്ന സംസ്കാരം വിശുദ്ധ ഇസ്ലാമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതെല്ലാവരും ചെയ്യാൻ. ആ സംസ്കാരം വിശുദ്ധ ഇസ്ലാമിന്റെ അമലുകളിൽപ്പെട്ടതാണ്. കഴുകാതെ ഒരാൾ ഉളു എടുത്താൽ നിസ്കാരം സഹിയാവൂല. കാരണം നജസുള്ള ഭാഗത്ത് കഴുകണം. ഏത് വെള്ളം കൊണ്ട് കഴുകണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇളനീര് വെള്ളം പറ്റില്ല, കഞ്ഞി വെള്ളം പറ്റില്ല. പിന്നെയോ ശുദ്ധമായ ത്വാഹിറായ വെള്ളം കൊണ്ട് കഴുകിയാലേ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂ. നിസ്കാരം സഹിയാവണമെങ്കിൽ നാം മൂത്രമൊഴിച്ച ഭാഗത്ത് വൃത്തിയായി കഴുകണമെന്ന സംസ്കാരം, വൃത്തിയുടെ സംസ്കാരം നമുക്ക് എടുത്തു തരികയാണ്. ലൗലാ അന്ന ശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാഖ് ഇൻദ കുല്ലി സ്വലാ. റസൂൽ പറയുന്നുണ്ട്, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടും ഭാരവും ആവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ലഅമർതുഹും ബിസ്സലാ, ഓരോ നിസ്കാര സമയത്തും ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ നിർബന്ധമാക്കുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം പല്ല് തേക്കണമെന്ന് നിർബന്ധമാക്കുമായിരുന്നു എന്ന് റസൂൽ പറയാം. എന്റെ സമുദായത്തിന് ഇത് പ്രയാസാവെന്ന് മനസ്സിലാക്കി. നോക്കൂ നിങ്ങൾ. എന്നാലും സുന്നത്താണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മാത്രമല്ല, രാവിലെ ഉണർന്നാൽ പല്ല് തേക്കണം, ബ്രഷ് ചെയ്യണമെന്ന് ആരോഗ്യം നമ്മോട് പഠിപ്പിക്കുക. ഡോക്ടർമാര് പഠിപ്പിക്കുകയാണ് ബ്രഷ് ചെയ്യണം. അങ്ങനെ ആരോഗ്യ രംഗത്തുള്ള എല്ലാ കാഴ്ചപ്പാടുകളും വിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാനതിലേക്കൊന്നും വിശദീകരിച്ച് കടന്നു പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില നന്മകളെ, ചില പോരായ്മകളെ വിശുദ്ധ ഇസ്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസാരത്തിലും നടത്തത്തിലൊക്കെ മിതത്വം പാലിക്കണം. വഖ്സുദ് ഫീ മശീക വഅഗ്ളദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ ഇങ്ങനെ പറയുകയാണ്, വഖ്സുദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. ചില ആളുകളെ കുറിച്ച്, നല്ലവരെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം നടക്കുമ്പോൾ ഭൂമി പോലും അറിയൂലെന്ന്. വളരെ മിതത്വത്തോടുകൂടെ പക്വതയോടുകൂടി ആയിരിക്കണം നടക്കേണ്ടത്. അങ്ങനെ നടക്കുമ്പോൾ നീ മിതത്വമുള്ളവനാകി മാറും, നീ പക്വതയുള്ള ആളായി മാറും. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഅഗ്ളദ് മിൻ സൗതിക, നിന്റെ ശബ്ദത്തിലും നീ മിതത്വം പാലിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോശമായ ശബ്ദത്തിൽ ഏറ്റവും മോശം കഴുതയുടെ ശബ്ദമാണ്. പുരുഷന്മാർക്ക് ഇത്രയേ ശബ്ദമുയർത്താവൂ എന്ന് ലിമിറ്റില്ല. ഇത്ര ഉച്ചത്തിൽ പറയണം, പറയണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ പള്ളിയിലെത്തിയാൽ ശബ്ദം താഴ്ത്തി പറയണം. മുതിർന്നവരുടെ അടുക്കലെത്തിയാൽ ശബ്ദം താഴ്ത്തണം. മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് മദീനത്തുൽ മുനവ്വറയിൽ എത്തിയാൽ അവിടെ നമ്മുടെ ശബ്ദം തീരെ ഒച്ചയിടാൻ പാടില്ല. അത് നിസ്കാരത്തിലാണെങ്കിലും സ്വലാത്തിലാണെങ്കിലും മറ്റ് ഇബാദത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നമ്മുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. ചില സഹോദരിമാരൊക്കെ ഉംറക്ക് വന്നാൽ മദീനയിൽ വെച്ച് പൊട്ടിച്ചിരിക്കാറുണ്ട്. അവിടെ പരിസരം മറന്നുകൊണ്ട് ആർത്ത് ചിരിക്കാറുണ്ട്, തുള്ളിച്ചാടാറുണ്ട്. അതൊന്നും മദീനയിൽ പറ്റില്ല. പണ്ഡിതന്മാർ ഇങ്ങനെയും പറയുന്നുണ്ട്. നമ്മള് മദീനത്തെ പള്ളിയിലേക്ക് കയറുമ്പോഴൊക്കെ ചെരുപ്പ് പാക്കറ്റിൽ അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ചെരുപ്പ് ഇങ്ങനെ നിലത്തു വെക്കണം. ചെരുപ്പ് ഇട്ടേക്കരുത്. ഇടുമ്പോൾ ആ ശബ്ദം പോലും നബി സല്ലല്ലാഹു അലൈഹി സ്ഥാനത്തിനെ ആ ഒരു സമയത്തുള്ള വലിയ അനാദരവായി മാറിപ്പോകും. 40 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് പഠിപ്പിക്കുന്നു. ഒരു ഉസ്താദിന്റെ മുന്നിലെത്തിയാൽ കുട്ടി എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയുടെ ശബ്ദം എത്രത്തോളം പറ്റുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ വിശുദ്ധ ഇസ്ലാമായി ഒരു ബന്ധമില്ലാത്ത ജീവിതം. കുറെ സഹോദരിമാർ ഒരുമിച്ച് കൂടിയാൽ എന്താ വേണ്ടത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല. രാഷ്ട്രീയ രംഗത്ത്
നമ്മളെ കാഴ്ചകൾ കാണുകയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഇവിടെ പുരുഷന്മാരൊക്കെ എന്റെ കണ്ണിന് മുന്നിൽ ഇരിക്കുന്ന അവരൊക്കെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ഉമ്മാരും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ മക്കളും സഹോദരിമാരും മുഴുവൻ മറക്ക് പിറകിലാണ്. അവരെ ആരെയും നമ്മൾ കാണുന്നില്ല. വിശുദ്ധ ഇസ്ലാം ഇത് എത്ര കാലമായി കൊണ്ടുവന്നിട്ട്, നമ്മുടെ മതസംഘടനകൾ എത്ര കാലമായി ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു സഹോദരി എനിക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല. അവർ നേരെ മറക്ക് പിറകിലിരിക്കും. ഇങ്ങനെ പരിശീലിപ്പിച്ച ഈ തലമുറ എത്ര കാലമായി നിങ്ങൾ നോക്കൂ. സ്കൂളിൽ യുവജനോത്സവത്തിൽ മുതിർന്ന പ്ലസ് ടു പെൺകുട്ടിയും ഡിഗ്രി പെൺകുട്ടിയും സ്കൂളിൽ മത്സരിക്കും, സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു, ചെറിയ പെൺകുട്ടികൾ തന്നെയും സ്റ്റേജിൽ കയറേണ്ടതില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെ ചെറിയ പെൺകുട്ടികൾ കയറാം. 4ാം വയസ്സിന് ശേഷം സ്റ്റേജിലേക്ക് കയറരുതെന്നാണ്. മുസ്ലിം സ്ഥാപനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾക്ക് മാത്രമായി മത്സര പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ആ മത്സര പരിപാടികൾ അവർ മാത്രമേ കാണൂ. കാരണം പ്രാസ്ഥാനികമായി നമ്മുടെ സംഘടന നടത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, എത്ര കാലമായി നമ്മുടെ വാദിന്റെ സ്റ്റേജുകളിൽ ഒരൊറ്റ സ്ത്രീയെയും കാണാറില്ല. ഒരു വാദിന്റെ സദസ്സിലും ഒരു സ്ത്രീയും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നില്ല. ഒരു വാദിന്റെ സദസ്സിലും ഒരു പഠന ക്ലാസ്സിൽ പോലും സ്ത്രീകൾ ആണുങ്ങളെ പോലെ, പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ മുന്നിൽ വന്നിരിക്കാറില്ല. ഈ മഹത്തായ വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം അത് വേറെ തന്നെയാണ്. ആ സ്ഥാനം അവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നത് പുരുഷന്മാര് വരുന്ന വേദിയിൽ വരാൻ പാടില്ലെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം സഹോദരിമാരുടെ മുഖമക്കന വലിച്ചു കയറി അവരെ തെരുവിലിറക്കാൻ തുടങ്ങി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീകൾക്ക് സംവരണമാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റൂല. സ്ത്രീകൾ തന്നെ വരേണ്ടിടത്ത് വരണം, അവർ മത്സരിക്കേണ്ടിടത്ത് മത്സരിക്കണം. പക്ഷേ അതിന്റെ പേരിൽ ആഭാസങ്ങളും പേക്കൂത്തുകളും വിശുദ്ധ ഇസ്ലാമിന്റെ സുന്നികളായ സഹോദരിമാരിൽ തന്നെ കാണാൻ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമായി ശിക്ഷ ഇറക്കാൻ അത് കാരണമാകും. ഒരു സമൂഹം മൊത്തത്തിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അദാബ് ഇറങ്ങുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. തെരുവുകളിൽ സ്ത്രീകളെ കൊണ്ട് അഴിഞ്ഞാട്ടമാണ്. ഏതാണ് ഈ സ്ത്രീകൾ? നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട് വെളിയമ്പ്രയാവട്ടെ, എന്റെ നാടാവട്ടെ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് വേര് കുറഞ്ഞ നാടാണ് അല്ലേ? കയറി വന്നാൽ എല്ലാവരും കൂടി ഒരു പള്ളി ഉണ്ടാവും. ഇരിട്ടിയിൽ നിന്ന് ബസ് കയറിയാൽ ചിലപ്പോൾ ആ ബസ് നിർത്ത് മട്ടന്നൂരേക്കും, പിന്നീട് നിർത്ത് ഉരുവച്ചാൽ നിർത്തിപ്പോകും, പിന്നെ കൂത്തുപറമ്പിലാണ്, പിന്നെ തലശ്ശേരിയിൽ അസ്തമിക്കലാണ്. ഇതുപോലെ തന്നെ വഹാബി പ്രസ്ഥാനമേ ഉള്ളൂ. എല്ലാം കൂടിയാൽ ഒരു റൂമിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന വഹാബികളെ ഉള്ളൂ. ബാക്കി എല്ലാം പാരമ്പര്യ വിശ്വാസികളാണ്, സഹോദരിമാരാണ്, ഉമ്മമാരാണ്, സുന്നികളാണ്. ഈ സുന്നികളായ സഹോദരിമാർ അവർ പണ്ട് കാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് വലിയ ബുർഹയിടും, പർദ്ദയും പിന്നെ അഭായൊന്നുമില്ല, വലിയ ബുർഹ. ആ ബുർഹ ഇട്ടിട്ട് അവർ നിക്കാബിട്ട് അതിന്റെ കൂടെ ഒരു കൊടയും ചൂടിയിട്ടാണ് ഈ തെരുവിലൂടെ നടന്നു പോയിരുന്നത്. ഇന്നും അത്തരത്തിലുള്ള സഹോദരിമാരുണ്ട്. ആ മുസ്ലിം സഹോദരിമാരുടെ മുഖമക്കനെ പിടിച്ചു കയറിയത് വഹാബികളാണ്, മൗദൂദികളാണ്. നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കാതെ സ്ത്രീകളെ തെരുവിലിറക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ, പിക്കറ്റിംഗ് നടത്താനുള്ള വേദികളിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ നാണം കെടുത്തു, ഹിജാബ് പോയി, ലജ്ജ പോയി. അൽ ഹയാഉ നിസ്ഫുൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ പകുതിയാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലജ്ജ വേണം, അത് ആണുങ്ങൾക്കും വേണം, സഹോദരിമാർക്ക് നല്ലോണം വേണം. അത് ഈമാന്റെ ഭാഗാണ്. ആ ലജ്ജയില്ലാതെ പോയാൽ, ലജ്ജ എടുക്കപ്പെട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരാൾക്കും തിരിയൂല. ആ ലജ്ജ എടുക്കപ്പെടാനുള്ള വേദികളായി രാഷ്ട്രീയ പാർട്ടികൾ
അവരുടെ കൂടെ സ്ത്രീകളെ നിർബന്ധിച്ച് പുറത്തിറക്കുന്നു. ഒരു മുസ്ലിം മത്സരിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതി അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളത് മാറി നിൽക്കാൻ പാടില്ല. പക്ഷേ ആ സഹോദരി മത്സരിച്ചോട്ടെ, അവളെ കൂടെ 2 സഹോദരിമാർ കൂടെ പോയിക്കോട്ടെ. പക്ഷേ എന്റെ നാടിനടുത്തൊരു പ്രദേശത്ത് 2 മുസ്ലിം, ഒരു പ്രദേശത്ത് ഒരു വാർഡിൽ 2 മുസ്ലിം സ്ത്രീകൾ മാത്രമാണ് മത്സരിച്ചത്. കൊട്ടിഘോഷത്തിന്റെ അന്ന് റോഡ് നിറയെ, അവിടെ പേരിന് പോലും കഷായത്തിൽ കൂട്ടാൻ പോലും ഒരു വഹാബി ഇല്ലാത്ത നാടാണ്. ആ പേരിന് പോലും ഒരു വഹാബിയോ മൗദൂദിയോ ഇല്ലാത്ത നാട്ടിൽ റോഡ് നിറയെ 2 സംഘടനകളുടെ, 2 രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊട്ടിഘോഷം നടന്നു. ആ കൊട്ടിഘോഷത്തിൽ ഒരു ഭാഗത്ത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ത്രീകൾ, 2 സ്ത്രീ വാർഡായിരുന്നു. മറ്റൊരു ഭാഗത്ത് വേറെ കുറെ സ്ത്രീകൾ. ഹിജാബ് ധരിച്ചവരുണ്ട്, പർദ്ദ ഇട്ടവരുണ്ട്, പർദ്ദ ഇടാത്തവരുണ്ട്. എല്ലാവരും തുള്ളുകയാണ്. എവിടെന്നാണ് തുള്ളുന്നത്? വീട്ടിന്റെ ഉള്ളറയിൽ നിന്നല്ല, തെരുവിൽ നിന്ന് ആണും പെണ്ണും ഒരുപോലെ തുള്ളുകയാണ്. തെരുവിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആണ് വിളിച്ചതുപോലെ ഒരിക്കലും പെണ്ണ് വിളിച്ചാലാവൂല. പെണ്ണിന്റെ ശബ്ദത്തിന് ചില രസങ്ങളുണ്ട്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ സ്ത്രീ അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോൺ കോള് സംസാരിക്കുമ്പോൾ അതിന്റെ ഓഫീസിൽ നിന്ന് പെണ്ണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സ്ത്രീകളുടെ ശബ്ദം പോലും ഹറാമായി വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയത്ത് ഇതൊക്കെയും ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. പോരാ, അവർ തുള്ളുകയാണ്, അവരിങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ്, തെരുവിൽ ഡാൻസ് ചെയ്യുകയാണ്. ആരാണ് ഡാൻസ് ചെയ്യുന്നത്? ഓ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി ലോകത്ത് വിലക്കിയിട്ടുള്ള ഈ തോന്നിവാസങ്ങൾ മുസ്ലിം സഹോദരിമാര്, അതും സുന്നികളായ മുസ്ലിം സഹോദരിമാരെ തെരുവിലിറക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുമാറാവട്ടെ. ഒരു സമൂഹത്തിലെ മുഴുവൻ സഹോദരന്മാരും സഹോദരിമാരും തെറ്റിന്റെ ആളുകളായാൽ അവിടെ അദാബ് പ്രതീക്ഷിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോരാ, അത് യൂട്യൂബിൽ ഇടുകയാണ്, അതിങ്ങനെ കാലാകാലം കാണുകയാണ്. അതിന്റെ പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുന്നത്. മാത്രവുമല്ല, അത് കൊട്ടിഘോഷത്തിന്റെ സമയത്ത് 2 വേദികളിലായി നാട്ടിലെ മുഴുവൻ സ്ത്രീകളും പങ്കെടുത്ത് തുള്ളുകയാണ്. അതിനുശേഷം വിജയാഹ്ലാദം വന്നപ്പോൾ വിജയിച്ച പെണ്ണിനെ 2-3 ചെറുപ്പക്കാര് പൊക്കിപ്പിടിക്കുകയാണ്. 2 കാലും അടുക്കും പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോവാണ്. ഏത് സ്ത്രീയെ? അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്ന് ഭർത്താവായിരിക്കും, ഒന്ന് മകനായിരിക്കും, ഒന്ന് ഉപ്പയായിരിക്കും. ഈ 3 ആളുകൾ കൂടിയിട്ട് പെണ്ണിനെ പൊക്കിയായിരിക്കും എന്ന് മനസ്സിലാക്കി. നോക്കൂ നിങ്ങൾ, ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ തന്നെ ഉളു മുറിയും. അന്യ പെണ്ണിനെ അവൾ സ്ഥാനാർത്ഥിയായി ജയിച്ചതിന്റെ പേരിൽ പൊക്കി നടക്കണം എന്നുണ്ടോ രാഷ്ട്രീയത്തിൽ? പൂർണ്ണമായും ഹറാമല്ലേ അത്? ഏതാണ് ഈ സ്ത്രീകൾ? നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം, നമ്മുടെ അയൽവാസികളായിരിക്കാം. പക്ഷേ ചെയ്തത് ഹറാമാണ്. അന്യപുരുഷന്മാര് തോളിൽ കയറ്റി അന്യ പെണ്ണിനെ കൊണ്ടു നടക്കുകയാണ്. ഇത് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പറയേണ്ടതല്ലേ? പണ്ഡിതന്മാർ ഇത് ഉണർത്തേണ്ട കാര്യം തന്നെയല്ലേ? അങ്ങനെ സ്ത്രീകൾ പേക്കൂത്തുകൾ നടത്തുകയാണ്. അതിന്റെ റിയലി വീഡിയോയേക്കും എല്ലാ ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അവരുടെ മക്കൾക്ക് ഒരു ഉമ്മ, ആ ഉമ്മക്കും ആ ഒരു സഹോദരിക്കും കുറെ മക്കളുണ്ടാവുമല്ലോ. ആ മക്കൾക്ക് എന്ത് അച്ചടക്കം പിന്നെ ഉണ്ടാവുക? തുള്ളാൻ പോയ സ്ത്രീകളുടെയൊക്കെ മക്കൾക്ക് പിന്നെ എന്ത് അച്ചടക്കം ഉണ്ട്? അവരും പിന്നീട് തുള്ളാൻ പോവില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊന്ന് നോക്കൂ നിങ്ങൾ, ഇപ്പോൾ കല്യാണത്തിന്റെ മഹാമഹങ്ങൾ നടക്കുകയാണ്. ആ കല്യാണ മാമാങ്കങ്ങൾ, അതിലൂടെ സ്ത്രീകൾ തുള്ളുകയാണ്. അതിൽ പിന്നെ സംഘടനയും ഒന്നുമില്ല, എല്ലാരും കിടക്കാണ്.
കല്യാണമായാൽ പിന്നീട് വീട്ടിലുള്ള ഉപ്പാക്കൊരു റോളും ഇല്ല. അത് ആരാണെങ്കിലും അവരുടെ വിഷയത്തിൽ ഈമാൻ എടുക്കപ്പെട്ടു പോവുകയാണ് ആ സമയത്ത്. എന്നിട്ട് ന്യായം പറയും, നമ്മൾ കുടുംബക്കാര് മാത്രം രാത്രിയിൽ തുള്ളിയതാണ് എന്ന്. ആരാണ് ഈ കുടുംബക്കാർ? ആ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും പരസ്പരം കല്യാണം ഹറാമായവരാണോ എങ്കിൽ കുടുംബക്കാരാണ്. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് തൊട്ടാൽ വുദു മുറിയാത്ത കുടുംബ ബന്ധമായി മാറിയിട്ടുണ്ടോ എന്ന് തോന്നുകയാണ്. കുടുംബ ബന്ധത്തിനൊരു ഒരു മാനദണ്ഡമുണ്ട്. ആ കുടുംബ ബന്ധത്തിന്റെ മാനദണ്ഡത്തെ പൊളിച്ചടക്കിയിട്ട് തറവാട്ടിൽപ്പെട്ടവരെല്ലാവരും കുടുംബാംഗങ്ങളായി മാറുന്ന കാഴ്ചകൾ. എന്നിട്ട് കല്യാണത്തിന്റെ രാത്രിയിൽ മുഴുവൻ സ്ത്രീകളും ഒന്നായിട്ട് തുള്ളുക. സ്ത്രീകൾ മാത്രമായി തുള്ളുകയാണെങ്കിൽ തുള്ളിക്കോട്ടെ എന്ന് വെക്കാം. പക്ഷേ അത് പിന്നീട് വീഡിയോ എടുക്കുകയാണ്, അത് സ്റ്റാറ്റസ് വെക്കുകയാണ്. എന്റെ സ്ഥാപനത്തിന് തൊട്ടിപ്പുറത്തൊരു വീട്ടില് കഴിഞ്ഞ ആഴ്ച തുള്ളൽ നടന്നു. ഞാൻ ആ പുരുഷന്മാരുടെ സ്റ്റാറ്റസ് നോക്കി, അവരൊന്നും വെച്ചിട്ടില്ല. പുതിയാപ്പിളിനെ നോക്കി, ഉപ്പന്റെ നോക്കി, അവരൊന്നും സ്റ്റാറ്റസ് വെച്ചിട്ടില്ല. എന്റെ വൈഫ് എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. ഇതാ നോക്കുമ്പോ അവിടെയുള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾ അത് സ്റ്റാറ്റസ് വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. തുള്ളുകയാണെങ്കിൽ, സന്തോഷത്തിന്റെ പേരിൽ ഒന്ന് തുള്ളുകയാണെങ്കിൽ, സ്ത്രീകൾ മാത്രമുള്ള സദസ്സിൽ തുള്ളിയാൽ അപകടം പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം. കൈമുട്ടി പാട്ട് പാടിക്കൂട്ടെ. പക്ഷേ അത് വീഡിയോയിൽ പകർത്തി അത് അപ്പപ്പോ തന്നെ സ്റ്റാറ്റസ് വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ള ഞങ്ങളെങ്ങ തുള്ളി എന്ന് പറയാനാണോ? നമ്മൾ നാട്ടുകാരെ തുള്ളിയതായി അറിയിക്കാനാണോ? അത് ധിക്കാരമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ചെയ്തത് തെറ്റിനെ മറ്റുള്ളവരോട് പറയുന്നത് ധിക്കാരമല്ലേ? ഒറ്റക്കിരുന്നൊരാൾ കള്ളു കുടിച്ചാൽ ആ കള്ളുകുടിയൻ മാത്രമേ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരൂ. എന്നാൽ കുറെ ആളുകൾ വിളിച്ചു വരുത്തി പരസ്യമായി ഒരു കള്ളു കുടിച്ചാൽ ഈ ഒരുമിച്ച് കൂട്ടിയ ആളുകളെ മാത്രമല്ല ധിക്കരിക്കുന്നത്, ഇവനക്ക് ശ്വാസോച്ഛ്വാസം നൽകുന്ന, ഇവനക്ക് വായു നൽകുന്ന, ഓക്സിജൻ നൽകുന്ന, ഇവനക്ക് ശാരീരികമായി എല്ലാവിധ സന്തോഷങ്ങളും നൽകുന്ന പടച്ച ഖാലിക്കായ റബ്ബിനോടുള്ള ധിക്കാരമാണ്. അതോടൊപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരം കൂടിയാണ്. അങ്ങനെ കല്യാണത്തിന്റെ വേദികളിൽ ആണും പെണ്ണും കൂട്ടമായി തുള്ളുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട, ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടാനുമില്ല. ഇന്നൊരാൾ വിളിച്ചു പെണ്ണിനെ വേണമെന്നില്ല, നമ്മളെന്താ പെണ്ണ് കച്ചവടക്കാരാ, എന്നാൽ കിട്ടാനില്ല. 25, 30, 33 വയസ്സായിട്ടും പുരുഷന്മാർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. ആ കല്യാണം കിട്ടിയിട്ട് പിന്നീട് എല്ലാവരും ഒന്നായിട്ട് തുള്ളുക. ഈ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കല്ലേ? അത് ബറക്കത്തുള്ള കല്യാണമാണ്ടേ? നിങ്ങൾ വലിയ പത്രങ്ങളുടെ ക്ലാസിഫൈഡ് പരസ്യം എടുത്തു നോക്കൂ. ആ പരസ്യങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ക്ലാസിഫൈഡ് പരസ്യങ്ങളിൽ കാണാം ഒരു പരസ്യം, വധുവിന് ആവശ്യമുണ്ട്, വരന് ആവശ്യമുണ്ട്. ആ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കൂ. വധുവിന് ആവശ്യമുണ്ട്, വരന് ആവശ്യമുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹം മോചിക്കപ്പെട്ട പെൺകുട്ടി, 25 വയസ്സ്, തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹം ഡൈവോഴ്സ് ചെയ്ത ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് കൊണ്ടുപോകും. സ്ത്രീധനം വേണ്ട, പൊന്നു കൊടുക്കേണ്ടയില്ല, വിസ എടുത്ത് എല്ലാം റെഡിയാണ്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഡൈവോഴ്സിലേക്ക് എഴുതി വന്ന 2 മാസം കഴിഞ്ഞ് ഡൈവോഴ്സിൽ എത്തുന്ന കല്യാണങ്ങളുടെ ഡൈവോഴ്സുകളുടെ കഥകൾ പത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. എന്താ കാരണം? ബറക്കത്തില്ലാത്ത കല്യാണങ്ങൾ. അന്നത്തെ സംസ്കാരം മുഴുവനും ഖലാഅ്, അന്നത്തെ തോന്നിവാസം മുഴുവനും എല്ലാം ഹറാമ്. എല്ലാ ഹറാമുകളും ചെയ്തു കൂട്ടിയ കല്യാണങ്ങൾ ബറക്കത്തില്ലാത്ത കല്യാണങ്ങളായി മാറുകയാണ്. ആ കല്യാണങ്ങൾ പിന്നീട് കോടതി വരാന്തയിൽ പരസ്പരം തലതല്ലി കീറി അടിച്ചു പിരിയേണ്ട ഗതികേടിലെത്തിയാണ്. നിങ്ങൾ നോക്കൂ, ആ ക്ലാസിഫൈഡ് പരസ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്, ഡൈവോഴ്സുകൾ കൂടി വരികയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബബന്ധത്തിന് വിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. എന്റെ ഭാര്യയുടെ അനുജത്തിയെ എനിക്ക് ഒറ്റക്ക് ബൈക്കിൽ കൊണ്ടുപോവാനും പറ്റില്ല. എന്റെ ഭാര്യയുടെ അനുജത്തിയെ എനിക്ക് കാണാനും പറ്റില്ല. എന്നാൽ പുതിയാപ്പിളയായി വന്നാൽ പിന്നീട് പുതിയാപ്പിളയും പുതിയ പെണ്ണും ഇരിക്കുന്നതോടൊപ്പം അമ്മായിക്കിരിക്കാം, കാരണം ഉമ്മയാണ്. എന്നാൽ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും പ്രായപൂർത്തിയെത്തിയ ഭാര്യയുടെ അനുജത്തിയും പുതിയാപ്പിളമാരും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിന്റെ ഉള്ളറകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്തതാണ്. കാരണം കാണൽ ഹറാമായവർ പരസ്പരം ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. ഒന്നുകൂടി ചേർത്ത് പറയുകയാണ്, ഉംറക്ക് പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഹജ്ജിനും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉംറക്ക് 10-15 ദിവസം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ചില ആളുകളുടെ ധാരണ ഇവരെല്ലാം കുടുംബക്കാരായി എന്നാണ്. ചില ത്വരീക്കത്തിൽ പോയാൽ പാല് കുടിച്ചാൽ പരസ്പരം, ഒരു ഗ്ലാസ്സിലെ പാല് കുടിച്ചാൽ പരസ്പരം ബന്ധുക്കളായി. അവർ കണ്ടാലും തൊട്ടാലും കൂടെ കിടന്നാലും പ്രശ്നമില്ല എന്ന് ചില ത്വരീക്കത്തുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതുപോലെ 15 ദിവസത്തെ ഉംറയാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏതോ നാട്ടിലെ ഏതോ വീട്ടിലെ ഏതോ ഉമ്മയുടെ മക്കളും ഉപ്പയുടെ മക്കളും തമ്മിൽ ബന്ധമാവുകയാണ്. കുടുംബ ബന്ധം പോലെയാണ്. എന്നിട്ട് ഒന്നായി വീട്ടിലേക്ക് സൽക്കരിക്കുന്നു. അവിടെ ഭക്ഷണം ഒഴിച്ചു കൊടുക്കുന്നത് വീട്ടിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ യുവതിയായ സഹോദരിയാണ്. കാരണം ഉംറക്ക് വന്ന ബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ഹറാമുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് ശിക്ഷ കിട്ടുന്ന നാടാണ് മക്ക. നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന നാട് തന്നെയാണ് മക്ക. ഒരു നന്മക്ക് മക്കയിൽ 1,00,000 പ്രതിഫലം കിട്ടുമെങ്കിൽ ഒരു തിന്മക്കും 1,00,000-ലേറെ അതിലേറെ ശിക്ഷ കിട്ടുന്ന നാടാണ് മക്ക. അവിടുന്ന് തുടങ്ങിയ ബന്ധങ്ങൾ നാട്ടിൻപുറങ്ങളിലെത്തിയിട്ട് പിന്നീട് വീണ്ടും വീണ്ടും കൂടിയിരുന്ന് അത് വഷളാക്കുന്ന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നു വരികയാണ്. ഇനി ഉസ്താദിനെ തന്നെ വീട്ടിൽ കുടുംബത്തിൽ ക്ഷണിച്ചാൽ, കൂടെ വന്ന അമീറിനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ഹറാമാണ്. ഒരു ഉമ്മയും ആ കുട്ടി ഉസ്താദിന്റെ അടുക്കൽ വന്ന് ഭക്ഷണം വിളമ്പരുത്. ആ ഉമ്മ കൂടെ ഇരിക്കരുത്. കാരണം ഹറാമ് എപ്പോഴും ഹറാമ് തന്നെയാണ്. വിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഹറാമെന്ന്, എന്താണ് ഹലാലെന്ന്. അതിനുശേഷം ഒരു ജിബ്രീലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഒരു വഹിയും ഇറങ്ങിയിട്ടില്ല. എല്ലാ ഹറാമുകളും ഹറാമ് തന്നെയാണ്, എല്ലാ ഹലാലുകളും ഹലാല് തന്നെയാണ്. അത് തങ്ങന്മാരിറങ്ങിയിട്ട് പ്രസ്താവന നടത്തിയാലും മുസ്ലിയാമാരിറങ്ങിയിട്ട് പ്രസ്താവന നടത്തിയാലും അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹറാമ് ഹറാമാണെന്ന ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഉംറയുടെ പേരിൽ ഹറാമ് പാടില്ല. ഇപ്പോൾ പുതിയൊരു പ്രവണത തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കൂടുക. ആ വർഷമല്ല, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടികൾ +2 വരെ ഒരുമിച്ച് കൂടുന്നല്ല പറയുന്നത്. 25 വർഷം കഴിഞ്ഞിട്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂടുക. എന്താ ബന്ധം? ഇന്ന് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ഒന്നായിട്ടാ പഠിച്ചത്. ആ ബാച്ച് SSLC ബാച്ച് ഇന്ന് ഒരുമിച്ച് കൂടുകയാണ്. ആരാ പങ്കെടുക്കുന്നത്? അന്ന് 15 വയസ്സ്, ഇന്ന് 25 വയസ്സ്. ഇന്നപ്പോ വയസ്സ് എത്രയാ? 40ഉം 45ഉം വയസ്സുള്ള ആണും പെണ്ണും പണ്ടേതോ സ്കൂളിൽ 10ാം ക്ലാസ് ബേസിൽ പഠിച്ചു എന്നതിന് പേരിൽ ക്ലാസ്മേറ്റുകൾ തമ്മിലുള്ള സംഗമങ്ങൾ നടക്കുകയാണ്. എന്നിട്ട് ഈ മറയിലിരിക്കുന്ന പെണ്ണുങ്ങൾ, യുവതികൾ അവിടെ പോയി ക്ലാസ്മേറ്റിന്റെ കൂടെ ഇരിക്കുകയാണ്. ക്ലാസ്മേറ്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. അതിലൂടെ ബന്ധങ്ങൾ പുതിയത് തുടങ്ങുകയാണ്, ചാറ്റുകൾ ആരംഭിക്കുകയാണ്. കല്യാണത്തിന്റെ ജീവിതത്തിൽ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി ചില അസ്വാരസ്യങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. ആ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് ചേക്കേറി വന്ന വേറെ ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ SSLC പഠിച്ച ബാച്ചിൽ ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നുകയാണ്. ഭർത്താവിനെ ഇട്ടേച്ച് പെണ്ണ് അന്യന്റെ കൂടെ ഓടിപ്പോവുകയാണ്. ഇങ്ങനെ സ്കൂൾ ഗാദറിംഗിന്റെ പേരിൽ പുതിയ ഹറാമുകൾ തുടങ്ങി വെക്കുകയാണ്. ഇന്നലെ ഞാനൊരു കാഴ്ച കണ്ടു. കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബസ് നിറയെ സ്ത്രീകൾ പോവുകയാണ്. സ്ത്രീകളാണെന്ന് ഉറപ്പായി, കാരണം ബാനർ ഉണ്ട്, വനിതാ സംഘം എന്ന പേരുണ്ട്. എനിക്കൊരാൾ കാണിച്ചെന്നാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ വണ്ടി കണ്ടു.
അവരെല്ലാവരും കൂടി ഒരു സയ്യിദത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഏതാണെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സയ്യിദത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. നല്ലതായിരിക്കും, അതിൽ നമുക്ക് ആക്ഷേപമൊന്നും പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ചില പുതിയ പ്രവണതകൾ വളർന്നു വരുന്നു. അങ്ങനെ വിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വന്നു വരികയാണ്. ഇപ്പോൾ പിന്നീട് കുറച്ച് മുന്നേ നടന്ന ഒന്നും കൂടി പറയാതിരിക്കാൻ വയ്യ. കുടുംബ സംഗമങ്ങൾ, അതാണ് നേരത്തെ പറഞ്ഞ തുടർച്ചയാണ്. എന്റെ ഭാര്യയുടെ അനുജത്തെ എനിക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. മുന്നേ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇരിട്ടി ഭാഗത്തൊരു സംഭവം നടന്നിരുന്നു. വിശുദ്ധ ഇസ്ലാം പരിധി വച്ചതിനപ്പുറം നമ്മൾ ആ മറ പൊളിച്ചാൽ കുടുംബത്തിൽ വരുന്ന വിഷമതകളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇരിട്ടി ഭാഗത്ത് മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് മൂത്ത പെൺകുട്ടിക്ക് ഒരു ഭർത്താവിനെ കിട്ടി. ആ ഭർത്താവ് കുടുംബമായി ജീവിച്ചു പോരുകയാണ്. ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള കുടുംബം തന്നെയാണ്. അതേ ഈ പെൺകുട്ടിയുടെ അനുജത്തി അല്പം കാണാൻ ഭംഗിയുള്ള പ്രായപൂർത്തിയെത്തിയ കുട്ടിയാണ്. വർഷങ്ങൾ കഴിഞ്ഞു, ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ദിവസം ഭാര്യയുടെ അനുജത്തിയെയും കാണുന്നില്ല, പുതിയാപ്പിളനെയും കാണുന്നില്ല. ഭാര്യയുടെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂത്തവരുടെ പുതിയാപ്പിളയും കാണുന്നില്ല, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയെയും കാണുന്നില്ല. നോക്കൂ നിങ്ങൾ, അന്വേഷിച്ചപ്പോൾ അവർ രണ്ടുപേരും ടൂറിലാണ്. ഇവിടെ ആരുണ്ട്? കുട്ടികളുള്ള സ്വന്തം ഭാര്യ വീട്ടിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്, ഭാര്യ വീട് സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുക? എന്ത് ചെയ്യും? അവനോട് പോവാൻ പറഞ്ഞാൽ, അവനെ ഒഴിവാക്കിയാൽ രണ്ട് പെൺകുട്ടികൾ ഇവിടെ മുടക്കാച്ചരക്കായി ഉണ്ടാവും. ഒന്ന് ഭാര്യ, രണ്ടാമത് ഇവളെ ആരും കൊണ്ടുപോകും. കല്യാണം കഴിയാത്ത ഈ പെണ്ണിനെയായിട്ട് അവൻ പോവാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് കേട്ടു. എന്താ സംഭവിച്ചത് ചോദിച്ചാൽ, ഭാര്യയുടെ അനുജത്തിയുമായി ഒരു ചെറുപ്പക്കാരനും പരിധി വിട്ട സംസാരങ്ങളും നോട്ടങ്ങളും ഇടപെടലുകളും യാത്രകളും പാടില്ല. അവിടെ മൂന്നാമനായി പിശാച് വരും. ഇത്രമേൽ സൂക്ഷ്മത പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളായി നമ്മളെല്ലാവരും കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഫോട്ടോന് പോസ്റ്റ് ചെയ്യാണ്. ആരാണ് ഈ കുടുംബം? ആ കുടുംബം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ, ഉമ്മ, ഉപ്പ, മക്കൾ, സഹോദരി, സഹോദരന്മാർ, ഇതൊക്കെയാണ് കുടുംബം. ഭാര്യയുടെ ഉമ്മയും കൂടി തൊടാനും കാണാനും പറ്റിയ സ്ത്രീ കൂടെയാണ്. അതിൽ നിന്നപ്പുറം മാറി കല്യാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ, മഞ്ഞ കല്യാണത്തിന്റെ പേരിൽ, ചുവപ്പ് കല്യാണത്തിന്റെ പേരിൽ അവസാനം ഇങ്ങനെ ഒന്ന് കൂടൊഴിഞ്ഞു പോയാൽ കറുത്ത കല്യാണമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ടെൻഷൻ അടിച്ച കല്യാണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ വകഭേദങ്ങളെല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ ചെറിയ പ്രദേശം ഇവിടെ നിന്ന് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവൂലെങ്കിലും ഇതുപോലുള്ള പുതിയ പുതിയ വകഭേദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാത്ത സംസ്കാരങ്ങളില്ല, നിർദ്ദേശങ്ങളില്ല, എല്ലാം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചെന്നതാണ്. വിട്ടുവീഴ്ച മനുഷ്യന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. സഹിഷ്ണുതയും വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅത്തു ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, ചീത്തയും നന്മയും ഒരിക്കലും സമമാവുകയില്ല. ചീത്ത ചീത്ത തന്നെയാണ്. അതിനെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അത് നന്മയാവുകയില്ല, ചീത്ത തന്നെയാണ്. അതോടൊപ്പം നന്മ തന്നെയാണ്.
ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ പകരം അങ്ങോട്ട് ചീത്ത വിളിച്ച് അതിന് പ്രത്യാക്രമണം നടത്തുന്നതിന് പകരം അങ്ങോട്ട് നന്മ പറയുകയാണ് വേണ്ടത്. വല്ലദീ ബൈനക വബൈനഹു അദാവ, അവർ പരസ്പരം തമ്മിൽ ശത്രുത ഉള്ളവരാണ് എങ്കിൽ തന്നെയും ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ചങ്ങോട്ട് ഉമ്മാക്ക് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഉപ്പാക്ക് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുന്നതിന് പകരം നന്മയാർന്ന വദങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ കഅന്നക വലിയുൻ ഹമീം. ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് നിന്റെ ശത്രു പോലും നിന്റെ മിത്രമാവാൻ കാരണമാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാൻ കാരണം ചിലപ്പോൾ ഭർത്താവ് പറയുന്നതിന് 2 വാക്ക് കൂടുതൽ ഭാര്യ പറയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭർത്താവ് അതിനെ വക്രീകരിക്കാനും അതിനെ ഗണ്ണിക്കാനും പറയുമ്പോഴായിരിക്കും. 4 ആള് കൂടുന്നൊരു കുടുംബ കൂട്ടായ്മയിൽ വേറെ ഒരാൾ വന്നിട്ട് വല്ലതും പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് വേണ്ടതെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ വിട്ടുവീഴ്ച ഇല്ലാതിരുന്നാൽ അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വീട്ടിലെ തന്നെ 2 ഉമ്മമാരുടെ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. തറവാട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നാട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിട്ടുവീഴ്ച ചെയ്താലോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആക്രമിച്ച ആളുകളുണ്ട്, പീഡിപ്പിച്ച ആളുകളുണ്ട്. അവരോടൊന്നും പകരം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. അവരോടെല്ലാം മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്, വിട്ടുവീഴ്ച ചെയ്യുകയാണ് ചെയ്തത്. ആ വിട്ടുവീഴ്ച നമ്മെ ഉയർത്തുകയാണ് ചെയ്യുക. നമ്മൾ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ നമ്മുടെ സ്ഥാനം ഉയരും എന്നല്ലാതെ നമുക്കൊരു കുറവ് പറ്റൂല. ആ സമയത്തൊരു ജാള്യതയൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു അവനിക്ക് ഉയർച്ചകൾ നൽകും. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊന്ന്, നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും അങ്ങനെ തുടങ്ങി ഒരാളെയും നമ്മൾ പരിഹസിക്കരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂന ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. നമ്മൾ ആരെയും പരിഹസിക്കരുത്. ഒരു വാക്ക് തെറ്റിയതിന്റെ പേരിൽ ചിലപ്പോൾ കുടുംബത്തിൽ മറ്റുള്ള ആളുകളെ പരിഹസിക്കും, ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പരിഹസിക്കും. എന്നാൽ നിസ്കാരത്തിൽ തെറ്റുവന്ന ആളുകളെ പരസ്യമായി ചില ആളുകൾ പരിഹസിക്കും. പല കാരണങ്ങളാണ്. അങ്ങനെ ഒരാളെയും പരിഹസിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. നമ്മൾ വിചാരിക്കും നമ്മളാണ് കേമൻ, നമ്മളെ ഭാഗത്തും തെറ്റുകളൊന്നും വരുന്നില്ല, നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ല, നമ്മുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് വിചാരിക്കും. അയാള് അറുബോറൻ, അയാൾ എന്നെക്കാൾ മോശമായ ആള് എന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പരിഹസിക്കുക. പക്ഷേ ആ പരിഹാസത്തിലൂടെ ഖുർആൻ പറയുന്നു, അസാ അൻ യകൂന ഖൈറൻ മിൻകും. നമ്മൾ ഉഷാറാണ് എന്ന് കരുതി നമ്മളെക്കാൾ എന്തെങ്കിലും വിഷയത്തിൽ കുറവുള്ള ആളുകളെ നമ്മൾ കളിയാക്കിയാൽ, പരിഹസിച്ചാൽ, നമ്മളെക്കാൾ ശ്രേണി കൂടിയ ആളായിരിക്കും അപ്പുറം ഉണ്ടാവുക. അള്ളാഹുവിനെ അടുത്തറിഞ്ഞ എത്രയെത്ര മഹാന്മാരുണ്ട്. ഖുർആൻ ഇങ്ങനെ പറയുക. ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അഭിവന്ദരായ ഡോക്ടർ കോയ കാപ്പാട് ഉസ്താദ് വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി പെട്ടെന്ന് നിർത്തലാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ വഖളാ റബ്ബുക وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا
ഇമ്മാ യബ്ഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫിൻ. പുതിയ കാലത്ത് പുതിയ കുട്ടികൾക്കൊന്നും മാതാപിതാക്കളോട് ഒരു ബഹുമാനം അറിയില്ല, മുതിർന്നവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, വഖളാ റബ്ബുക, അല്ലാഹ് വിധിച്ചിട്ടുണ്ട്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ, പടച്ചോനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. രണ്ടാമത്തത് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് കരുണ ചെയ്യണം. നമ്മളും മാതാവാകും, നമ്മളും പിതാവാകും. നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കില്ല, നമ്മളോട് ആദരവ് കാണിക്കില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ 3 കാര്യത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, നോക്കിയാൽ പുണ്യം കിട്ടുന്ന, ദിക്ർ ചൊല്ലണ്ട, ഖുർആൻ ഓതണ്ട, ഒതു എടുക്കണ്ട, ഒന്നും വേണ്ട, ആ സുന്ദരമായ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. കൂലി കിട്ടുന്ന പ്രവർത്തനമാണ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉമ്മമാർക്കും, ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. പിരിഞ്ഞുപോയ, വിട പറഞ്ഞുപോയ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ കൂടെ അല്ലാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ എല്ലാ സൗഭാഗ്യവും അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വചനം ഉരുവിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.